അനുമോദന ചടങ്ങിൽ കുട്ടികളെ അപമാനിച്ച മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ കുട്ടികളോട് അക്ഷരമറിയില്ല എന്ന് ചോദിച്ചാണ് അപമാനിച്ചത്. അഡ്രസ് തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ് കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളി. മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 വാർഡുകളുടെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ.ടി. ജലീൽ. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുതി. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത്. എന്താ ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. സലാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ. സലാം, ഇതെന്താണ് സംഭവം? നിഷ, മണ്ണാർക്കാട് വെച്ച് നടന്ന വിജയോത്സവം എന്ന പേരിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള കെ.ടി. ജലീൽ കുട്ടികളെ ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്നത്. കുട്ടികൾ ഉന്നത വിജയം നേടിയതിനു ശേഷം കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിനിടെയാണ് പരസ്യമായി കുട്ടികളെ എടോ പൊടോ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എടോ അക്ഷരം അറിയില്ലേ എന്ന തരത്തിലൊക്കെ തന്നെയാണ് കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത്. അതിനുശേഷം ചില കുട്ടികളോട് അഡ്രസ്സ് എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അക്ഷരങ്ങൾ അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ കുട്ടികളോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെ അക്ഷരത്തെറ്റ് വരുത്തിയ ഒരു കുട്ടിയെ പരസ്യമായി ചെവിയിൽ നിന്നുള്ളുക. അതായത് ഒരു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കുട്ടികളെ ഉപദ്രവിക്കരുതെന്നൊക്കെ തന്നെ നമ്മളെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ അത്തരം പുതിയ കാലത്ത് കുട്ടികളെ കായികമായി ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷാരീതിയൊന്നും തന്നെ ഇല്ല. ആ ഒരു സമയത്താണ് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുട്ടിയെ പരസ്യമായി വേദിയിൽ വിളിച്ചു വരുത്തി അക്ഷരത്തെറ്റ് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ ചെവിയിൽ നുള്ളുന്നത്. ആ രീതിയിൽ വലിയ അപമാനമാണ് കുട്ടികൾ നേരിട്ടത്. ചില കുട്ടികൾക്ക് പാത്തുമ്മയുടെ ആട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദി A+ കിട്ടിയ കുട്ടികളോട് സംസം എന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ വലിയ പരിഭ്രാന്തരായി. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി തന്നെ പരസ്യമായി പറയുന്നുണ്ട് ടെൻഷൻ കാരണം തെറ്റിപ്പോയതാണെന്ന്. അങ്ങനെ കുട്ടികളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക, പരസ്യമായി കുട്ടിയെ കായികമായി ഉപദ്രവിക്കുക, അങ്ങനെയുള്ളൊരു പെരുമാറ്റമാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ എന്ത് മനോഭാവത്തിലാണ് ഈ മുൻ മന്ത്രി ഇങ്ങനെ പെരുമാറിയതെന്ന കാര്യമൊന്നും തന്നെ അറിയില്ല. ഇന്നലെ മണ്ണാർക്കാട് നഗരസഭയിലെ ഈ 19, 20, 22 വാർഡുകളിലെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി, അനുമോദിക്കുന്നതിന് വേണ്ടി നടത്തിയ വിജയോത്സവം എന്ന പരിപാടിയിലാണ് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള കെ.ടി. ജലീൽ പെരുമാറിയത്. സലാം മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.